ടൂറിസ്റ്റ് ഫാമിലി എന്ന ഏറ്റവും പുതിയ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല എന്ന് ആദ്യമേ പറയട്ടെ, അങ്ങനെ തോന്നിയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സിനിമയുടെ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ ട്രെയിലർ കണ്ടിട്ട് സിനിമ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ എക്സ്പെക്റ്റേഷൻ തന്നെ ഒരു റിവ്യൂ ആയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്താൽ മതി. കാര്യം എന്താണോ ട്രെയിലർ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചത്, കൊതിച്ചത്, അത് മുഴുവൻ തിയേറ്ററിൽ ഡെലിവർ ആയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തൊരു രസമുള്ള പടമാണ് മാൻ. ഇത് നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ തമിഴ് സിനിമയാണ്. നമ്മുടെ സിമ്രാനും ശശികുമാറും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഞാൻ ഈ സിനിമ തിരുവനന്തപുരത്ത് ഏരീസിലെ തന്നെ ഏറ്റവും ചെറിയ തിയേറ്ററിൽ ആകെ 4 ടിക്കറ്റ്, ഞാനും എൻ്റെ കൂടെ വന്ന ആൾക്കാരും അങ്ങനെ 4 ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. പക്ഷേ തിയേറ്ററിലേക്ക് കയറുമ്പോഴേക്കും തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. അവിടുത്തെ ഏറ്റവും ചെറിയ തിയേറ്റർ, ഒരുപക്ഷെ ഏറ്റവും മോശം സ്ക്രീൻ എന്ന് വരെ പറയാവുന്ന സ്ക്രീൻ. പക്ഷേ ഞങ്ങളെല്ലാവരും കൈയടിച്ച് എൻജോയ് ചെയ്ത് കണ്ണ് നിറച്ച് അങ്ങനെ കണ്ടു തീർത്തൊരു സിനിമയാണ്. പിന്നെ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എല്ലായിടത്തും സബ് ടൈറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. തമിഴ് കേട്ട് കഴിഞ്ഞാൽ സബ് ടൈറ്റിലിൻ്റെ സഹായമില്ലാതെ തന്നെ ഏകദേശമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സിനിമ നിങ്ങളുടെ മനസ്സിനൊരു വല്ലാത്ത ഫീൽ തരും. പിന്നെ ഒരു ചെറിയ സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ടീസർ ഒന്ന് കണ്ടിട്ട് പോകുന്നത് നന്നായിരിക്കും. കാര്യം സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സീക്വൻസുകൾ, അതാണ് അവർ ടീസറായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അഭിഷൻ ജീവിന്ദ് എന്ന പുതുമുഖ സംവിധായകനാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം പുള്ളി ചെയ്യുന്നുണ്ട്. അതും പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര തിരക്കഥയാണ്, ഗംഭീര സംവിധാനമാണ്. പുള്ളിയോട് ചോദിക്കാനുള്ളത്, സാർ എങ്കിരുന്ന് വരുന്നേ നിങ്ക, നമ്മുടെ ചെറിയ തമിഴും ആ ഒരു നോളജൊക്കെ വെച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയായിരുന്നു മാൻ? നിങ്ങൾ എന്താണ് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് മനുഷ്യൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ സന്തോഷത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, പങ്കുവെക്കലുകളെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് പറയാൻ എങ്ങനെയാണ് പറ്റുന്നത്? ശരിക്കും നമ്മുടെ വേടൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ പുലിപ്പല്ലിലേക്ക് ടോട്ടൽ വിഷയങ്ങൾ മാറിയല്ലോ. ആ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു, പുള്ളി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്, ആ വഴിക്കും അന്വേഷണം പോകുന്നുണ്ട് എന്നൊക്കെ. ഡിയർ ഓഫീസർ, നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ചുമ്മാ ഒരു രസത്തിനൊന്ന് കണ്ടു നോക്കെ. പോസിറ്റീവ്സിൽ തുടങ്ങാനാണെങ്കിൽ എല്ലാം പോസിറ്റീവ്സാണ് മോനെ. പോസിറ്റീവ്സ് അല്ലാത്ത ഒന്നും എനിക്ക് ഈ വീഡിയോയിൽ പറയാനില്ല. നിങ്ങളതുകൊണ്ട് ബുദ്ധിമുട്ടി അത്രയും കാണണമെന്ന് ഞാൻ പറയില്ല. ഞാൻ വാരിക്കൊരു പുകഴ്ത്താൻ പോവുകയാണ്. നിങ്ങൾ നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ. ഫസ്റ്റ്, ഷോൺ റോൾഡൻ്റെ മ്യൂസിക്. എന്ത് ഗംഭീരമായിട്ടാണ് മച്ചാൻ മ്യൂസിക് ചെയ്തിരിക്കുന്നതെന്നറിയോ? പാട്ടുകളാവട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, അതിലെ ഇമോഷൻസ് ആവട്ടെ, പഞ്ചാവട്ടെ, ഒന്നും മിസ്സാവാതെ. എന്നാൽ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നുണ്ട് കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ വേണ്ടി, പറയിപ്പിക്കാൻ വേണ്ടി അയാൾ ഒന്നും ചെയ്തിട്ടില്ല. ഈ സിനിമയുടെ സ്കെയിൽ എന്താണോ, ഈ സിനിമയുടെ ഒരു ലൈൻ എന്താണോ, അതിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് പുള്ളി മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തൊരു ഫാസ്റ്റ് ഡാൻസ് നമ്പർ പാട്ട്, അത് വേറൊരു സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് വന്ന് ടപ്പേന്നൊന്ന് സാധനം മാറും. അത് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ മൂഡ്, അതിൻ്റെ ഒരു ഷിഫ്റ്റ്, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോൺ റോൾഡൻ ആഘോഷമാക്കുകയാണ് സുഹൃത്തുക്കളെ. അരവിന്ദ് വിശ്വനാഥനാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, ഭരത് വിക്രമനാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. 2 പേരും കൂടി ചേർന്ന് എവിടെ വെക്കുന്നു എന്നുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ സിനിമ ചിരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു സിദ്ദിഖ് ലാൽ, പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് വരെ അവരും ചില സിനിമകളിൽ ആവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് വൻ സെൻറ്റി സീനായിരിക്കും, പക്ഷേ ആ സീൻ്റെ അവസാനം നമ്മളെ ചിരിപ്പിച്ചിട്ട് അവർ വിടുള്ളൂ എന്ന് പറയുന്ന പോലെ ഇതിങ്ങനെ ഇറ്റ്സ് എ റോളർ കോസ്റ്റർ. നമുക്കിങ്ങനെ മനസ്സ്, ഈ കണ്ണുനീരെന്നൊക്കെ പറയുന്നത് മനസ്സ് നിറഞ്ഞിട്ട് കേട്ടോ. മറ്റുള്ളവരുടെ ദുഃഖവും കണ്ണീരും ഒക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് കരയിച്ചില്ലാണ്ടാക്കുകയല്ല, സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണ് നിറയും. ചില സോഫ്റ്റ് ഫീലിങ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അയ്യോ, പെർഫോമൻസുകൾ പറയുമ്പോൾ അത് ഞാൻ എണ്ണിപ്പെറുക്കി പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമോഷണൽ സാധനം ഒരിടത്തും ചോർന്നു പോകാതെ, എന്നാൽ ആ ഫൺ എലമെൻറ്റിനെ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് ചിരിക്കാനുള്ളത് തന്ന് ഏറ്റവും അവസാനത്തെ ചിരി മനസ്സ് നിറഞ്ഞ ചിരിയാക്കി മാറ്റുന്നതിൽ ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് അടിപൊളിയാണ് മാൻ. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ല. സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുമ്പോൾ പലതും കാണുന്നില്ല, അവർ സൗണ്ട് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെയും അടിപൊളി വർക്ക് കാണുന്നിട്ടുണ്ട്. ഇനിയാണ് പെർഫോമൻസുകളെക്കുറിച്ച് പറയാനുള്ളത്. ശ്രീജ രവി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൽ നിന്ന് തുടങ്ങാം. അവരുടെ ശബ്ദം കേട്ട്, ആ ശബ്ദം നായികമാർക്ക് കേട്ട് പഴകിയതുകൊണ്ട് ഏതോ ഒരു സിനിമയിൽ പുള്ളിക്കാരി അഭിനയിച്ചപ്പോൾ
എനിക്ക് തോന്നുന്നു ദുൽഖറൊക്കെയുള്ള സിനിമയിൽ അവരഭിനയിക്കുന്നു, അവരുടെ തന്നെ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നായികമാരുടെ ശബ്ദം അവർക്ക് കൊടുത്തത് എനിക്കങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് പുള്ളിക്കാരിയാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് അവരുടെ സിനിമകൾ ഇങ്ങനെ കണ്ട് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഷീ ഈസ് എ വണ്ടർഫുൾ പെർഫോമർ. എന്ന് വെച്ചാൽ അവരിത്രയും കാലം ഡബ്ബ് ചെയ്ത് എന്തിന് സമയം കളഞ്ഞു എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ അത്രമേൽ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഈ സിനിമയിലുള്ളത്. അവർക്ക് സിനിമയിലെല്ലാം കൂടി കൂട്ടിപ്പെറുക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഉണ്ടാവും അവരുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്തിനെ അവർ സിനിമയുടെ തുടക്കത്തിൽ ഇവരെ പരിചയപ്പെടുന്നുണ്ട്, സിമ്രാൻ്റെ ക്യാരക്ടറിനെ പരിചയപ്പെടുമ്പോൾ അവർ കൊടുക്കുന്നൊരു ഒരു എക്സ്പ്രഷൻ വേരിയേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഒറ്റപ്പെടൽ കാണാൻ പറ്റും, അതിൽ നമുക്കൊരു സൗഹൃദത്തിന് വേണ്ടിയുള്ള കൊതിക്കൽ കാണാൻ പറ്റും. അതിനെന്ത് സുന്ദരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്നറിയാം. എന്ന് വെച്ചാൽ നെഞ്ച് നിറയ്ക്കുന്ന, കണ്ണ് നിറയ്ക്കുന്ന ഗംഭീര പ്രകടനം. തിരക്കഥയാണ് ഈ പറയുന്ന എല്ലാ പ്രകടനങ്ങളെയും മനോഹരമായി നമ്മളിലേക്ക് എത്തിക്കുന്ന, ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യിക്കുന്ന ഫാക്ടറായിട്ടുള്ളതെങ്കിലും ഇവരുടെ വളരെ സെർട്ടിലായിട്ടുള്ള എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനങ്ങളുണ്ടല്ലോ. അതിപ്പം ഇവരുടെ പേരായിട്ട് വരുന്നത് ഇലങ്കോ കുമാരവേൽ എന്ന് പറയുന്ന അഭിനേതാവാണ്. പുള്ളി ഒരു വേറെ ലെവൽ മനുഷ്യനാണ് കേട്ടോ. ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. ഈ സിനിമയിലും അത് തുടരുന്നുണ്ട്. അവരുടെ ഒരു കോമ്പിനേഷൻ, ആ ലൈഫ്, അതിൻ്റെ പെയിൻ, ഈ നല്ല മനസ്സുള്ള ആൾക്കാർക്ക് അവരങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകേണ്ടി വരില്ല എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനേക്ക് ഇത്ര രസമായിട്ടാണ് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നറിയോ. MS ഭാസ്കർ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നമുക്കറിയാം. പുള്ളീനെ ഈ അടുത്തൊക്കെ സിനിമകളിൽ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഫീൽ ഗുഡ് എലമെൻ്റൊക്കെയാണ് പുള്ളിയിൽ മെയിനായിട്ടുള്ളത്. ഈ സിനിമയിലും അതൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് സർപ്രൈസ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് വളരെ രസമായിട്ട്, വളരെ മനോഹരമായിട്ട് വന്നിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അത്. പ്രത്യേകിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നെഞ്ചിൽ നിന്നൊരു സാധനം ഇങ്ങനെ വന്നിട്ട് ഡും 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 ഇടിക്കും. ഒരു സീൻ, ഒരു ഡയലോഗ് ഉണ്ട് അങ്ങേരുടെ. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. അതെന്ത് പൊളിറ്റിക്സാണെന്നറിയോ, എന്ത് രാഷ്ട്രീയമാണെന്നറിയോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണാൻ കിട്ടുന്നത് വളരെ കുറവാണ്. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യന്മാരും കൂടി ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ് ഇവിടെയൊക്കെ കുറേയൊക്കെ നല്ലത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. യോഗി ബാബു ആവർത്തിച്ച് വരുന്ന കോമഡി രംഗങ്ങളും സീക്വൻസുകളും ഒക്കെ പല സിനിമകളിലായി അടുത്ത് വന്ന പല സിനിമകളിലും പുള്ളി വെറുപ്പിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില സിനിമകൾ വരുമ്പോൾ ഇതിനകത്ത് ഈ യോഗി ബാബുവിനെ മനോഹരമായി ഉപയോഗിക്കുക എന്ന് പറയില്ലേ, അത് വളരെ രസമായിട്ട് ഈ സിനിമയിലുണ്ട്. ഇനി പറയേണ്ടത് സിമ്രാനെ കുറിച്ചാണ്. സിമ്രാനെ കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ പുകഴ്ത്തി പറയാൻ ഉദ്ദേശിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർക്കൊരു അവാർഡ് നൈറ്റിൽ വെച്ചിട്ട് അവാർഡ് കിട്ടിയപ്പോൾ അവരതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവരൊരു പെർട്ടിക്കുലർ അഭിനേത്രി ഒരു വേഷം ചെയ്തപ്പോൾ നിങ്ങളെ ഞാൻ ഈ വേഷത്തിൽ പ്രതീക്ഷിച്ചില്ല എന്നൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്ന റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ ഈ ആൻറ്റി വേഷങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അവരതിനെക്കുറിച്ച് വികാരാധീനയായി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും ആരാധകരുള്ള, നല്ല ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അഭിനേത്രിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു റെസ്പോൺസ് വരുമ്പോൾ അത് ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു, തിരിച്ചുവരവുകൾ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. താരങ്ങൾ തിരിച്ചു വരുന്നു, അഭിനേത്രിമാർ തിരിച്ചു വരുന്നു, കുറേ പേര്. അങ്ങനെ തിരിച്ചു വരുന്ന ആൾക്കാരിൽ മേക്കപ്പിൻ്റെ ബലമില്ലാതെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വണ്ടർഫുൾ ആർട്ടിസ്റ്റ് അത് സിമ്രാൻ തന്നെയാണ്. തമിഴിൽ ചില ആർട്ടിസ്റ്റുകളെ സത്യം പറയാലോ, അവരെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഈ ഫൗണ്ടേഷൻ മേക്കപ്പോ അത് പുറത്തിടുന്നതാണെന്നറിയില്ല, ഒരു മേക്കപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ, ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പരിപാടിക്ക് കയറുമ്പോൾ മുഖത്തിട്ടിട്ടുള്ള, എനിക്കതിൻ്റെ മണം ഇഷ്ടമല്ല. ആ മേക്കപ്പിൻ്റെ മണം ഫീൽ ചെയ്യും അവരിങ്ങനെ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ. പല ആൾക്കാരുടെയും സിമ്രാൻ അങ്ങനെ ഫീൽ ചെയ്യില്ല. അത് അവർ മേക്കപ്പ് ഇടാത്തതുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവരുടെ പ്രകടന മികവ് കൊണ്ട് അവരതിനെയൊക്കെ ഓവർകം ചെയ്യും. എന്ത് രസമാണെന്നറിയോ ഈ സിനിമയിൽ. നമുക്കങ്ങ് സങ്കടം വരും, നമുക്കങ്ങ് ഭയങ്കര സ്നേഹം വരും, നമുക്ക് കൊതി തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു കുടുംബമാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് എങ്ങനെയെങ്കിലും ജീവിതം കൈപ്പിടിപ്പിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിവിടെ വന്ന് നേരിടുന്ന നമ്മൾ വിചാരിക്കുന്ന കുറേ സ്ട്രഗിളുകളുണ്ട്. ഓഫ് കോഴ്സ് അവർ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അവരെ ഒരു കമ്മ്യൂണിറ്റി ആയിക്കൊണ്ട് ഇന്നാട്ടുകാർ അവരെ സൂക്ഷിക്കുന്നുണ്ട്, പൊതിഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു പരിപാടി തന്നെയാണ്. ആ സമയത്ത് സിമ്രാൻ്റെ പ്രകടനങ്ങൾ, നോട്ടങ്ങൾ, ചിരികൾ, തമാശ അവർ ചെയ്യുന്നത് എന്ത് രസമാണ്. ശശികുമാറിനെ ഞാനിങ്ങനെ എഴുതി വന്നപ്പോൾ വാവ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അയാൾ എത്ര ഗംഭീരമായിട്ടാണ് ഇത്രയും പ്രായമുള്ള ഒരു 10-18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പയ്യൻ്റെ അച്ഛനായിട്ട് എത്ര രസമായിട്ടാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്നറിയോ. അവിടെ ഈ പെയിനുണ്ട്. ഈ ശ്രീലങ്കയിൽ നിന്ന് സ്വന്തം നാടും വീടും മണ്ണും കൂട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ച് വേറൊരു നാട്ടിൽ വന്ന് എങ്ങനെയും ജീവിതത്തിൽ രക്ഷപ്പെട്ടേ പറ്റൂ, എനിക്കെൻ്റെ കുടുംബത്തെ നോക്കിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ ഒരിക്കലും വിട്ടുകൊടുക്കാത്തൊരു നല്ല മനസ്സ്, അത് അയാൾ എത്ര ഗംഭീരമായി സ്ക്രീനിലേക്ക് എത്തിക്കാമോ അത്രയും ഗംഭീരമായി എത്തിച്ചിട്ടുണ്ട്. പിന്നെ മിഥുൻ ജയ്ശങ്കർ, നമ്മുടെ ആവേശത്തിലെ പയ്യൻ, പുള്ളി ഈ സിനിമയിലുണ്ട്.
പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തുടക്കത്തിലൊക്കെ വിചാരിച്ചത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ലാംഗ്വേജിൻ്റെ വിഷയമില്ല, ഇമോഷൻസിൻ്റെ വിഷയമില്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ നടുക്ക് നിൽക്കുമ്പോഴും ഇയാൾ എന്താ പറയുക, ഈ പൂപ്പാതയിലൂടെ നടന്നു പോകുന്നു എന്ന് പറയുന്നത് അത്രയും ഈസിയായി, അത്രയും മനോഹരമായി അയാൾ ആ വേഷം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇയാൾ അങ്ങനെ നിന്ന് ആറാടുകയാണ് മകൻ. നമുക്ക് ആ ക്യാരക്ടറിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഓരോ മൊമെൻറ്റിലും. ആൻഡ് ഈ സിനിമയിലെ സ്റ്റാർ ഓഫ് ദ ഷോ എന്നൊക്കെ ഞാൻ വിളിക്കുന്നത് കമലേഷ് ജഗൻ എന്ന കൊച്ചു പയ്യനാണ്. ആ കൊച്ചുണ്ടല്ലോ, അവൻ ഒരു ദിവസം വളർന്ന് വലുതായി സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, ഇവിടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഉറ്റുനോക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ വളരാനുള്ള കപ്പാസിറ്റി ഉള്ളൊരുത്തരാണ്. അവൻ്റെ വഴി ആരും വെട്ടിക്കളയാതിരുന്നാൽ മതി, അവൻ്റെ വഴി തെറ്റിപ്പോകാതിരുന്നാൽ മതി. അവൻ ആളൊരു മുതലാണ്, വേന്ദ്രനാണ് വേന്ദ്രൻ. കോമഡിയുടെയൊക്കെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണി വെച്ചേക്കുന്നതാണ്. ഒരു വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൊരു സിനിമാ പാട്ടും അതിലവൻ്റെ പെർഫോമൻസും ഒക്കെ വരുന്നുണ്ട്. തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് കൊച്ചിൻ്റെ ഒരു ക്യൂട്ട്നെസ്സിൽ അതങ്ങ് ഒതുക്കുമെന്ന്. പക്ഷേ അല്ല കേട്ടോ, മാരക ഡാൻസാണ് ചെക്കൻ. ഞാൻ അതാ പറഞ്ഞത്, അവനെ നമ്മൾ വിട്ട് കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ട്രെയിലർ റിയാക്ഷനിലും പറഞ്ഞിട്ടുള്ളതാണ്, ഇവനെ കാണാൻ വേണ്ടി മാത്രം പടത്തിന് പോകാമെന്ന് 100% ആണയിട്ട് പറയുന്നു. അവൻ ഉള്ള അത്രയും ഭാഗങ്ങൾ മാത്രം വെട്ടി ഒട്ടിച്ചിട്ട് അത് കാണാൻ പോകാനാണെങ്കിലും ഈ സിനിമ വേർത്താണ്. അത്രയും ചിരിപ്പിക്കുന്ന, എന്നാൽ അതേസമയം അവൻ്റെ കണ്ണിൽ ആ ഒരു പെയിനുണ്ട്. നമ്മൾ കാണുമ്പോൾ അതിനെ കള്ളത്തരമായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഈ നിലനിൽപ്പിന് വേറെ മാർഗ്ഗമില്ലാതാവുന്നതിൻ്റെ അല്ലെങ്കിൽ മാർഗ്ഗമില്ലാത്തവൻ്റെ ടെക്നിക്കുകളാണത്. നമ്മൾ പലപ്പോഴും ഈ കള്ളത്തരം കാണിക്കുന്ന ആളുകളെയൊക്കെ ആ ഒരു കണ്ണോടുകൂടിയാണല്ലോ നോക്കിക്കാണുക. പക്ഷേ ഈ ഗതികേട് കൊണ്ട് അവർ പഠിച്ചെടുക്കുന്ന കള്ളത്തരമുണ്ട്. അവർ പോലും അറിയാതെ, കാര്യം ഇതൊക്കെ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില കള്ളത്തരങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഈ ചെക്കനെ എന്ത് രസമായിട്ടൊക്കെ കൊണ്ടുവന്നതെന്നറിയോ. ഞാൻ ചെക്കനൊക്കെ വിളിക്കുന്ന എനിക്ക് അവനെൻ്റെ സ്വന്തം അനിയനെ പോലെ ഫീൽ ചെയ്തു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. നിങ്ങൾക്കും ഫീൽ ചെയ്യും. അവനെ നേരെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് 2 ദിവസം വീട്ടിൽ താമസിപ്പിച്ച് ഭക്ഷണം കൊടുക്കാൻ തോന്നും. അവൻ അത്രയും രസമായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ അവൻ്റെ ഡാൻസും ഉയ്യോ. ആൻഡ് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് പല സിനിമകളും കാണുമ്പോൾ ഒരു തരത്തിലും കിട്ടാത്ത, നമ്മൾ പിടിച്ചു കുറച്ചെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇമോഷണൽ കണക്ട്. ഓരോ ക്യാരക്ടേഴ്സിനോടും നമുക്ക് അടുപ്പം തോന്നുക, അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ അറിയുക, ഫീൽ ചെയ്യുക, അവരോട് നമുക്ക് സംസാരിക്കണമെന്ന് തോന്നുക, നമുക്ക് അവരുടെ കൂടെ ഇരിക്കണമെന്ന് തോന്നുക. ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും അവരുടെ വീട്ടിലൊരു കസേരയിട്ടിരുന്നിട്ട് ഞാൻ കേൾക്കാം നിങ്ങളുടെ വിഷമങ്ങൾ എന്നോട് പറയൂ എന്ന് നമുക്ക് ചോദിക്കാനും പറയാനും തോന്നുന്ന, നമുക്ക് അടുപ്പം കാണിക്കാൻ തോന്നുന്ന അത്രയും മനോഹരമായി ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയും നമുക്കിവിടെ കൊള്ളും. അതേ പറഞ്ഞു, ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ചിരിക്കാനുണ്ട്, ചിരിച്ച് മണ്ണ് കപ്പാനുള്ളതുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു കുത്തിനോവിക്കലോ പെയിനോ ഒന്നുമായിട്ട് വിചാരിക്കരുത്. ഇറ്റ്സ് സ്വീറ്റ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വണ്ടർഫുൾ. പിന്നെ ഈ സിനിമയുടെ പൊളിറ്റിക്സ്, ശ്രീലങ്കയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി ഒരു നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടുത്തെ നിയമക്കുരുക്കുകളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ ഉള്ളിലെ നന്മ കൊണ്ട് അവരെ സ്വീകരിക്കുന്ന കുറേ ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നന്മ പറ്റിയിട്ടില്ലാത്ത കുറേ ആളുകൾ, അവരുടെ ഇടയിൽ സ്നേഹം മാത്രം വിതറി എങ്ങനെയെങ്കിലും എനിക്ക് നന്നായി ഒന്ന് ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ സിനിമ കാണണം, പ്ലീസ്. അതിൻ്റെ അകത്ത് ഒരുപാട് മനുഷ്യൻ്റെ പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്, ഭാഷയുടെ പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. ശ്രീലങ്കൻ തമിഴും സാധാരണ തമിഴും സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നീ എന്തിനാ ആ തമിഴ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ആ തമിഴ് പറയുന്നതാണോ ഈ തമിഴ് പറയുന്നതാണോ തൻ്റെ പ്രശ്നം, അതോ ഞാൻ തമിഴ് പറയുന്നതാണോ തൻ്റെ പ്രശ്നം എന്ന്. അയ്യോ, ആ ഒരു സിംഗിൾ ചോദ്യത്തിൽ എന്തൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്നറിയോ. അങ്ങനത്തെ കുറേ ഗംഭീര സാധനങ്ങൾ സിനിമയിലുണ്ട്. അൾട്ടിമേറ്റ്ലി മനുഷ്യൻ്റെ കഥ പറയുന്ന, മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് സോഫ്റ്റ് ഇമോഷൻസിനെ വളരെ ഗംഭീരമായി സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുള്ള ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. നിങ്ങൾക്ക് തമിഴ് കേട്ടാൽ മനസ്സിലാവുമെങ്കിൽ, സബ് ടൈറ്റിലിൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് മാത്രം, സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ കണ്ണു പൂട്ടി പൊക്കോളം പറയും. ഫാമിലിയായിട്ട് പോയി ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അതിപ്പോൾ ഇനി ഈവൻ മലയാളം ഡബ്ബിങ് വന്നാലും നിങ്ങൾ വിട്ട് കളയരുത്. എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ സംവിധായകനെ ഞാൻ ഇപ്പോൾ കണ്ട കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവിന്നോ, ഇറ്റ്സ് എ ഗുഡ് മൂവിന്നോ, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എന്നോ അതൊന്നും അല്ലാതെ നിങ്ങൾക്ക് വേറൊന്നും കമൻറ്റ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ശരി, ബൈ.